കേരളത്തിൽ പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന സമയത്ത് അയാളുടെ ഭാര്യയെ പിടികൂടി എന്ന ഗുരുതരമായ റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഗതാഗത മന്ത്രിയായിട്ടുള്ള കെ ഗണേഷ് കുമാറിനെതിരെയാണ് ഈ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഈ ആരോപണങ്ങൾക്ക് സ്ഥിരീകരണം നൽകിയിട്ടുള്ളത് ഗണേഷ് കുമാറിൻ്റെ രണ്ടാം ഭാര്യയുടെ സഹോദരൻ്റെ ഭാര്യയായിട്ടുള്ള BJP നേതാവും മുൻ DGPയുമായ ആർ ശ്രീലേഖയാണ്. ഗണേഷിനെതിരെയുള്ള ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് മുഖമില്ലാത്ത ഏതെങ്കിലും സൈബർ പ്രൊഫൈലുകളോ മഞ്ഞപ്പത്രങ്ങളോ അല്ല. കേരളത്തിലെ പത്രമുത്തശ്ശിയായ മാതൃഭൂമിയുടെ ഓൺലൈൻ ഡിവിഷനായ മാതൃഭൂമി.com ഗണേഷിനെതിരെ ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉയർത്തു വന്നിട്ടുള്ളത്. ആദ്യമായി നമുക്ക് പരിശോധിക്കേണ്ടത് മാതൃഭൂമിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണം. ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും ഇതിൻ്റെ എല്ലാം ഫോട്ടോകൾ എടുത്ത ഭാര്യയെ ഗണേഷിൻ്റെ സന്തത സഹചാരികൾ തടഞ്ഞുവെച്ച് മൊബൈൽ ഫോൺ കൈക്കലാക്കുവാൻ ശ്രമിച്ചുവെന്നും പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയെങ്കിലും ഇടപെടാതെ പിൻവാങ്ങുകയായിരുന്നെന്നും ആരോപണമുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് സംഭവം. വാളകത്തെ കുടുംബ വീട്ടിൽ മുന്നറിയിപ്പില്ലാതെ എത്തിയ ഭാര്യ ഗണേഷിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കാണുകയായിരുന്നു. മുൻ DGP ആർ ശ്രീലേഖയുടെ ഭർത്താവിൻ്റെ സഹോദരിയായ ഭാര്യ ഉടൻ തന്നെ അവരുമായി ബന്ധപ്പെട്ടു. നടന്ന കാര്യങ്ങളെക്കുറിച്ച് ശ്രീലേഖയെ ധരിപ്പിച്ചപ്പോൾ സുരക്ഷയ്ക്കായി സർക്കാർ ഏർപ്പെടുത്തിയ 112 ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് സഹായം തേടാനുള്ള ഉപദേശമാണ് ശ്രീലേഖയിൽ നിന്ന് ലഭിച്ചത്. ഇതുപ്രകാരം തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കൈകാര്യം ചെയ്യുന്ന 112 നമ്പറിൽ ബന്ധപ്പെട്ട ഭാര്യ താൻ ആരാണെന്നും കാര്യത്തിൻ്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ചും പോലീസിനെ അറിയിച്ചു. താമസിയാതെ സ്ഥലത്തെത്തിയ പോലീസ് സംഭവത്തിൽ ഇടപെടാതെ പിൻവാങ്ങുകയായിരുന്നു. വീട്ടിൽ തിരിച്ചു കയറി ഇവർ വീണ്ടും ഫോട്ടോകൾ എടുത്തു. ഭാര്യയിൽ നിന്നും മൊബൈൽ കൈക്കലാക്കുവാൻ സഹായികളായ പ്രദീപനോടും ശാന്തനോടും നിർദ്ദേശം നൽകുകയാണ് മന്ത്രി ചെയ്തതെന്നാണ് ആരോപണം. ഇതനുസരിച്ച് വാതിൽ കുറ്റിയിട്ട് സഹായികൾ ഇവരിൽ നിന്നും മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കുവാൻ ശ്രമിച്ചെങ്കിലും അവർ വിട്ടുകൊടുത്തില്ല. ഇതിനിടയിൽ പോലീസിൻ്റെ സഹായത്തിനായി ഉച്ചത്തിൽ കരഞ്ഞ് അപേക്ഷിച്ചു. പിടിവലികൾക്കിടയിൽ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ ഭാര്യ പുറത്ത് പോലീസ് സംഘത്തെ കാണാതിരുന്നതിനാൽ താൻ വന്ന ടാക്സി കാറിൽ തിരിച്ചു പോകുകയായിരുന്നു. ഗണേഷ് കുമാറിൻ്റെ ഭാര്യയുമായി മാതൃഭൂമി.com ബന്ധപ്പെട്ടപ്പോൾ വാർത്ത നിഷേധിക്കുവാനോ സ്ഥിരീകരിക്കുവാനോ ഇവർ തയ്യാറായില്ല. മുൻ DGP ആർ ശ്രീലേഖയുമായി ബന്ധപ്പെട്ടപ്പോൾ ഇതെല്ലാം അവർ സ്ഥിരീകരിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഭാര്യയെ വിളിച്ചതായും കാര്യങ്ങൾ കേട്ടപ്പോൾ ഉടൻ തന്നെ 112 നമ്പറിൽ വിളിക്കാനാണ് താൻ പറഞ്ഞതെന്നും ശ്രീലേഖ മാതൃഭൂമി.com പറഞ്ഞു. കൗൺസിലർ എന്ന നിലയ്ക്കോ BJP നേതാവ് എന്ന നിലയ്ക്കോ അല്ല, ഭർത്താവിൻ്റെ സഹോദരി എന്ന നിലയ്ക്കാണ് താൻ ഗണേഷിൻ്റെ ഭാര്യയോട് സംസാരിച്ചതെന്നും ശ്രീലേഖ പറഞ്ഞു. ഏതൊക്കെയാണെങ്കിലും ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ രാഷ്ട്രീയ കേരളം ഉദ്യോഗത്തോടുകൂടി കാത്തിരിക്കുന്നത് ഭാര്യയുടെ പക്കലുള്ള മന്ത്രിയുടെ അവിശുദ്ധ ബന്ധത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോയും ഉടനടി എങ്ങാനും പുറത്തു വരുമോ എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമത്തിലൂടെ മന്ത്രിക്കെതിരെയുള്ള തെളിവുകൾ പുറത്തുവിടുന്നതിനെക്കുറിച്ച് ഭാര്യ ആലോചിക്കുന്നുണ്ടെന്നും അറിയുവാൻ കഴിയുന്നുണ്ട്. ഗണേശുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ അത് രാഷ്ട്രീയ കേരളത്തിന് വലിയ അത്ഭുതമൊന്നും സമ്മാനിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യവും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഗണേഷിനെതിരെ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയായിരുന്ന ഡോക്ടർ യാമിനി തങ്കച്ചി തന്നെ ഇത്തരം ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ മുഖ്യധാരാ മാധ്യമങ്ങളുടെ മുൻപേ പങ്കുവച്ചിരുന്നു. ഇതിനെല്ലാം പുറമെ ഗണേഷ് കുമാറിന് സോളാർ വിവാദ നായികയുമായി അവിശുദ്ധ ബന്ധമുണ്ടായിരുന്നു എന്ന ആരോപണവും ഈ വിവാദ നായികയുടെ ഒരു കുട്ടിയുടെ അച്ഛൻ ഗണേഷ് കുമാറാണ് എന്ന ആരോപണവും ഒരു ഘട്ടത്തിൽ കേരള രാഷ്ട്രീയം വലിയ രീതിയിൽ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. ഗണേഷിനെതിരെ ഒന്നാം ഭാര്യ ഡോക്ടർ യാമിനി തങ്കച്ചി മാത്രമല്ല ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് എന്നും നാം മനസ്സിലാക്കണം. പല ഘട്ടത്തിലും മകൻ്റെ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ച് ആരോപണം ഉയർത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള തന്നെയായിരുന്നു. എല്ലാത്തിലും ഉപരിയായി ഉമ്മൻചാണ്ടി സർക്കാരിൽ ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ഒരു അവിശുദ്ധ ബന്ധത്തിൻ്റെ പേരിൽ അവിഹിത ബന്ധത്തിൻ്റെ പേരിൽ ഒരു യുവതിയുടെ ഭർത്താവ് മന്ത്രിമന്ദിരത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഗണേഷ് കുമാറിനെ തല്ലി പരുവപ്പെടുത്തിയതിൻ്റെ ചിത്രങ്ങളടക്കം നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ഇത്തരം ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ അത് സർക്കാരിനെയും CPMനെയും വല്ലാതെ പ്രതിരോധത്തിലാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള വലിയ വർത്തമാനങ്ങൾ മന്ത്രിയുടെ കാര്യത്തിൽ ബാധകമാവില്ലേ എന്ന ചോദ്യം സ്വാഭാവികമായും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നും UDF കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വരുവാനും ഇടയുണ്ട്. കാരണം നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടം എന്ന കോൺഗ്രസിൻ്റെ യുവ നേതാവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ലൈംഗിക അപവാദ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ രാഹുലിനെയും UDFനെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്തെത്തിയ ഇടത് നേതാക്കളിൽ പ്രമുഖനായിരുന്നു ഗണേഷ് കുമാർ. അതിനാൽ തന്നെ ഈ നിർണായക തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു വടി UDFും കോൺഗ്രസും നല്ലവണ്ണം ഉപയോഗിക്കും എന്ന കാര്യത്തിനും തർക്കമില്ല.
നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും മികച്ച മന്ത്രി ആര് എന്നൊരു ചോദ്യം ജനങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുമ്പോൾ ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നതും ചൂണ്ടിക്കാട്ടുന്നതും അത് ഗണേഷ് കുമാർ ആണെന്നാണ്. മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം KSRTCയിൽ നടത്തിയിട്ടുള്ള പരിഷ്കാരങ്ങളും അത് കണ്ടിട്ടുള്ള വിജയവുമെല്ലാമാണ് ഗണേശിനെ ഇത്തരത്തിൽ ഏറ്റവും മികച്ച മന്ത്രിയായി കാണുവാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത്. കേവലം 2.5 വർഷക്കാലം മാത്രം മന്ത്രി പദവി അലങ്കരിച്ച ഗണേഷ് കുമാർ 5 വർഷക്കാലവും ഈ മന്ത്രിസഭയിൽ അംഗമായിരുന്ന മറ്റു മന്ത്രിമാരെക്കാൾ മന്ത്രി എന്ന മികവിൻ്റെ പേരിൽ ബഹുദൂരം മുന്നിൽ നിൽക്കുന്നുവെന്ന് മാതൃഭൂമി.com തന്നെ ഈ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുള്ള പ്രീപോൾ സർവേകളിലും വ്യക്തമായിരുന്നു. എന്നാൽ ഈ ഗണേഷ് കുമാർ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണിക്ക് വലിയ ബാധ്യതയാകുവാൻ പോകുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകളാണ് പുറത്തുവരുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു വിഷയമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗണേഷ് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ പേര് സോളാർ വിവാദ നായികയുടെ കത്തിൽ എഴുതി ചേർപ്പിച്ചത് ഗണേശാണെന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ചാണ്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും ഇല്ല എന്ന പരിഹാസവുമായി രൂക്ഷമായ ഭാഷയിൽ ഗണേഷ് കുമാർ തിരിച്ചടിക്കുകയും ഉമ്മൻചാണ്ടി തൻ്റെ കുടുംബം തകർത്തവനാണെന്നും തൻ്റെ മക്കളെ തന്നിൽ നിന്ന് അകറ്റി നിർത്തിയവനാണെന്നുമുള്ള ആരോപണം ഉയർത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ കേരളം സ്വീകരിക്കുന്ന കോൺഗ്രസ്സുകാർ ദൈവത്തെപ്പോലെ ആരാധിക്കുന്ന ഒരു നേതാവിൻ്റെ ഓർമ്മകളെ വികൃതമായ രീതിയിൽ ചിത്രീകരിക്കുവാൻ ശ്രമിച്ച ഗണേശിന് കാലം കരുതി വെച്ച മറുപടിയായിരുന്നു ഇതെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഏതൊക്കെയാണെങ്കിലും ഗണേശുമായി ബന്ധപ്പെട്ട് ആദ്യം ആരോപണത്തിൻ്റെ സൂചനകൾ പുറത്തുവിട്ടത് ഒരു KSU നേതാവായിരുന്നു. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹം ഈ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചത്. ഏറെ വൈകാതെ തന്നെ മാതൃഭൂമി.comൻ്റെ ഭാഗത്ത് നിന്ന് വളരെ സമഗ്രമായ അന്വേഷണത്തിനൊടുവിൽ കൃത്യമായ ആധികാരികതയോടുകൂടി ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇനി ചോദ്യങ്ങൾ ഉയരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ മകളുടെ 2ാം ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസിനെതിരെ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ ഗാർഹിക പീഡന കേസുകൾ കൊടുത്തിരുന്നു. അത്തരത്തിൽ കളങ്കിതനായ ഒരു വ്യക്തിത്വത്തെ മകൾക്ക് കെട്ടിച്ചു കൊടുക്കുകയും മന്ത്രിസഭയിൽ അംഗമാക്കുകയും ചെയ്ത പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഗണേഷ് കുമാറിനെ തള്ളിപ്പറയുവാൻ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ രാഷ്ട്രീയ കേരളത്തിന് സംശയമുണ്ട്. കാരണം പെൺവിഷയത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും മോശക്കാരല്ലാത്ത വനം മന്ത്രിയായിട്ടുള്ള AK ശശീന്ദ്രനെയും മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന കടകംപള്ളി സുരേന്ദ്രനെയും സംരക്ഷിച്ചിട്ടുള്ള പാരമ്പര്യമാണ് ഈ പശ്ചാത്തലത്തിൽ പിണറായി വിജയനുള്ളത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ഇരുന്നുകൊണ്ട് സർവ്വപ്രതാപിയായി തൻ്റെ ഓഫീസിനെ നിയന്ത്രിക്കുന്ന P. ശശിയുടെ ഇത്തരം വീക്ക്നെസ്സുകളെക്കുറിച്ചും പിണറായി വിജയന് കൃത്യമായ അറിവുള്ളതാണ്. പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന വേളയിലാണ് ഇത്തരം സ്വഭാവ ദൂഷ്യങ്ങളുടെ പേരിൽ P. ശശിക്കെതിരെ പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടിയെടുത്തതും പുറത്താക്കിയതും. എന്നാൽ 2ാം ടൈമിൽ ശശിയെ സംസ്ഥാന സമിതിയിലേക്ക് തിരികെ എത്തിച്ചതും തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിച്ചതും പിണറായി വിജയൻ തന്നെയാണ്. ഇത്തരത്തിൽ പശ്ചാത്തലമുള്ള പെൺവേട്ടക്കാരെയും അവിഹിത സഞ്ചാരികളെയുമെല്ലാം സംരക്ഷിക്കുന്ന പാരമ്പര്യമുള്ള പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിനെയും തള്ളിപ്പറയുവാൻ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ഏതൊക്കെയാണെങ്കിലും ഗണേഷ് കുമാറിന് ഇത് വലിയ ആഘാതമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ആദ്യ ബന്ധം വേർപിരിഞ്ഞതിന് ശേഷം 2ാം ഭാര്യയെ പൊതുവേദികളിൽ കൂടെ നിർത്തി വലിയ രീതിയിലുള്ള PR പ്രചരണങ്ങൾക്ക് ശ്രമിച്ചിരുന്ന ഗണേഷ് കുമാറിന് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ തൻ്റെ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഗണേശിൻ്റെ സാധ്യതകളെ ബാധിക്കുവാനും ഇടയുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉടനടി ചർച്ച ചെയ്യുവാൻ പോകുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിലൊന്ന് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യങ്ങൾ തന്നെയായിരിക്കും. മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും മന്ത്രിയിൽ നിന്നുള്ള ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം നൽകുവാൻ കേരള പോലീസിന് കഴിയാത്തപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് അവർ സംരക്ഷണം ഒരുക്കുക എന്ന ചോദ്യം കോൺഗ്രസും UDFും BJPയും മുന്നോട്ട് വെച്ചാൽ അതിന് ഉത്തരം പറയുവാൻ പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയും പോലീസ് സേനയും വല്ലാതെ വെള്ളം കുടിക്കും. ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് KP ഗണേഷ് കുമാറിൻ്റെ കൂടുതൽ അവിഹിത കഥകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെളിപ്പെടുത്തലുകൾക്ക് കാതോർത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.